മഴത്തോരും മുംബൈയുടെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രോഹിത്തിൻ്റെ അടുത്ത് അലീന പോയതിനു ശേഷം തൻ്റെ മകൻ ഒരിക്കലും തന്നെ തെറ്റിദ്ധരിക്കരുതെന്ന് കരുതിയിട്ട് ബാലചന്ദ്രൻ സത്യങ്ങൾ വെളിപ്പെടുത്തുക. നിന്റെ അമ്മ വിവാഹത്തിന് മുമ്പ് പ്രസവിച്ച മകളാണ് അലീന. നിന്റെ അമ്മക്ക് മറ്റൊരു പുരുഷനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അതെല്ലാം നിന്റെ കൊല്ലപ്പള്ളിക്കാരെല്ലാവരും കൂടെ ചേർന്ന് രണ്ടുപേരെയും രണ്ടു ബൈക്കായി. അതിൽ ജനിച്ച മകളാണ് അലീന. ആരും അറിയാതെ അവളെ അനാഥയത്തിലാക്കി. ഒന്നും അറിയാത്തവരെ പോലെ അവളെ എനിക്ക് വിവാഹം കഴിപ്പിച്ചു തന്നു. അതാണ് മോനെ യഥാർത്ഥ സത്യം. അവള് ആരാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഞാൻ നിന്റെ അമ്മയെ വെറുത്തതും അവളെ ഞാൻ സ്നേഹിച്ചതും. അലീന ഈ കുടുംബത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്തെന്ന് നിനക്കറിയാലോ. അതെ, ഇതെല്ലാം കേട്ട് രോഹിത്ത് ചങ്ക് പൊട്ടി കരയുന്നുണ്ട്. അലീന ചേച്ചിയെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയും ചെയ്യാണ്. അങ്ങനെ അലീനയുടെ അടുത്തേക്ക് കൊളത്തുപ്പുഴയിൽ പോയി 2 ദിവസം താമസിച്ചു വന്ന രോഹിത്തിൻ്റെ അടുത്ത് വൈജയന്തി കയറുന്നുണ്ട്. നിന്റെ അച്ഛനെ പോലെ തന്നെയാണല്ലോടാ നീയും. നീ എവിടെ പോയിരുന്നടാ? നീ അവളെ കാണാഞ്ഞല്ലേ? നിനക്ക് നാണമുണ്ടോ വേലക്കാരുടെ കൂടെ പോയി താമസിക്കാൻ? ചി എന്ന് പറയുന്നുണ്ട്. ആ സമയം രോഹിത്ത് പറയും, അമ്മേ ഇങ്ങനെ അന്തം പതിച്ച സംസാരങ്ങളൊന്നും വേണ്ട. എനിക്കറിയത്തില്ല. അല്ല, അവൾ ആരാ? നിന്റെ രഹസ്യക്കാരിയോ അതോ നിന്റെ അച്ഛൻ്റെ രഹസ്യക്കാരിയോ? കുറേ കാലം നിന്റെ അച്ഛൻ്റെ മകളാണെന്ന് പറഞ്ഞ് തലയിൽ കൊണ്ടുവച്ച് നടന്നു. അതൊന്നും എനിക്കറിയത്തില്ല. അമ്മയ്ക്ക് വിവാഹത്തിന് മുമ്പ് മക്കളുണ്ടായിരുന്നോ എന്നോ അച്ഛൻ അങ്ങനെ ഒരു മകളുണ്ടോ എന്നും എനിക്കറിയത്തില്ല. രോഹിത്തിൻ്റെ വാക്കുകൾ കേട്ടതും നെട്ടലോടെ വൈജയന്തി അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ഇവൻ എന്താ ഇങ്ങനെ പറഞ്ഞത്? ഇനി വല്ലതും ഇവൻ അറിഞ്ഞിട്ടാണോ? അലീന ഇവനോട് എന്തെങ്കിലും പറഞ്ഞു കാണുമോ? അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. അലീന ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ ആഗ്രയിലെ ഒരു പുരുഷനുമായിട്ട് തനിക്ക് ബന്ധമുണ്ടായിരുന്നല്ലോ എന്ന് തൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചവളാ. അവളെങ്ങനെ ഈ കാര്യം അറിഞ്ഞു? അത് ഇവനക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. രോഹിത്ത് ഒന്നും മിണ്ടാതെ മുകളിലേക്ക് പോവാണ്. വൈജയന്തി ആ സമയം ആഗ്രയിലെ തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർക്കാണ്. എത്ര നല്ല പ്രണയമായിരുന്നു ഈ ലോകത്ത്. സ്റ്റാലിനല്ലാതെ മറ്റൊരു പുരുഷനില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ച കാലം, അതെല്ലാം ആ ചതിയനാ എന്നെല്ലാം ചതിച്ച് ഒരു കുഞ്ഞിനെയും തന്നിട്ട് അദ്ദേഹം മറ്റൊരു വിവാഹം കഴിച്ചു. എന്ത് നീചമായ ചതിയാണ്. എന്നെങ്കിലും തൻ്റെ കൺമുമ്പിൽ കണ്ടാലേ ആ കാരണം നോക്കി ഞാൻ ഒന്ന് കൊടുത്ത് എനിക്കൊന്ന് ചോദിക്കണം, എന്തിനായിരുന്നു ഈ വൈജയന്തിയെ ഉപയോഗിച്ച് ഒരു കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞെന്ന് ആ മുഖത്ത് നോക്കി ചോദിക്കണം. മരിക്കുന്ന മുമ്പേ അയാളെ നേരിട്ടൊരിക്കലെങ്കിലും തനിക്ക് കാണണം. അങ്ങനെ ചിന്തിച്ച് വൈജയന്തി ഇരിക്കുമ്പോഴാണ് അവിടേക്ക് ബബിത വരുന്നത്. അമ്മ എന്താ ലേറ്റൊന്നും ഇടാതെ ഇരിക്കുന്നത്? അപ്പോഴാണ് സകല ബോധവും വൈജയന്തിക്ക് വരുന്നത്. എന്നതാ നിനക്ക് എൻ്റെ റൂമിൽ കാരം? സദ്യയായി. അമ്മ ലേറ്റും തെളിയിക്കാതെ ഇരുട്ടത്തിരിക്കുന്ന കണ്ട് ചോദിച്ചതാ. ആ അല്ല, രോഹിട്ടൻ വന്നോ? ആ, അവൻ എവിടേക്കോ ഊര് തെണ്ടി വന്നു. എവിടേക്കല്ല അമ്മ പോയത്? അലീന ചേച്ചിയുടെ അരികിലേക്കാ. ആ, നീ അച്ഛനും മകനും പോണുണ്ട്. നിങ്ങൾ 2 പെൺപിള്ളേരെ എന്തുകൊണ്ടാ കൊണ്ടുപോവാത്തത്? സത്യങ്ങൾ അറിയും എന്ന് കരുതിയിട്ടല്ലേ. എന്ത് സത്യങ്ങൾ? അലീന ചേച്ചി അവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ജോലി ചെയ്തോട്ടെ അമ്മേ. എന്ത് അവിടേക്കാണല്ലോ 2 ദിവസം നിന്റെ ചേട്ടൻ പോയി നിന്നത്. അതെന്താ? നാണം വേണം വേലക്കാരുടെ പുറകെ പോവാൻ. നാണമില്ലാത്തവൻ. അമ്മേ ഇങ്ങനെയൊന്നും പറയണ്ട. അങ്ങനെ ബബിതയുടെ മനസ്സിലും വിഷം കുത്തിവെക്കാൻ കേട്ടോ വൈജയന്തി. അവളുടെ മനസ്സിലും പല സംശയങ്ങളും വരാണ്. അങ്ങനെ കൃഷ്ണജിയുടെ അടുത്തേക്ക് വന്ന് ബബിത പറയും, അമ്മ പറഞ്ഞതിലും ശരി ചില കാര്യങ്ങളില്ലേ? ബബിത ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നത്? അലീന ചേച്ചി ഇവിടെ ഉള്ളപ്പോൾ നമ്മളെല്ലാവരും എങ്ങനെ കഴിഞ്ഞെന്ന് അറിയാലോ. എന്നിട്ടിപ്പോൾ അലീന ചേച്ചി പോയ സ്ഥലം എന്തുകൊണ്ടാണ് നമ്മളോട് പറയാത്തത്? രോഹിയേട്ടനെയും കൂട്ടി അച്ഛൻ പോയി. എന്താ നമ്മളെ 2 പേരെയും കൊണ്ടുപോകാത്തത്? അതിന് പറ്റിയ ഒരു സ്ഥലമല്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കും. അപ്പോൾ രോഹിയേട്ടൻ പോയി 2 ദിവസം നിന്നതോ? എനിക്കറിയില്ല. ബബിത ചേച്ചി തന്നെ അച്ഛനോട് ചോദിക്കുക. അത് വേണ്ട, നീയല്ലേ അച്ഛൻ്റെ പുന്നാര മോള്. നിനക്കും അച്ഛനും എന്തൊക്കെയോ രഹസ്യങ്ങൾ അറിയാമെന്ന് എനിക്ക് നേരത്തെ സംശയമുണ്ട്. അതുകൊണ്ട് നീ പോയി ചോദിച്ചാൽ മതി. അങ്ങനെ കൃഷ്ണ ഇങ്ങനെ ആലോചനയോടെ നിൽക്കാട്ടോ. അതിനുശേഷം അച്ഛനൊരു ഗ്ലാസ് കോഫി എടുത്തുകൊണ്ട് അവൾ മുകളിലേക്ക് പോകുന്നുണ്ട്. ആ, ഇതെന്താ പതിവില്ലാതെ എനിക്ക് കോഫിയൊക്കെ ആയിട്ട്? കൃഷ്ണ മോൾക്ക് എന്തോ ഒരു കാര്യം സാധിക്കാനുണ്ടല്ലോ. അതല്ല അച്ഛാ, അലീന ചേച്ചി എവിടെയാ? എന്തുകൊണ്ടാ ഞങ്ങളോട് പറയാത്തത്? അലീന ചേച്ചി ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുക. അതിലപ്പുറം എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? അല്ല, രോഹിയേട്ടനെ കൊണ്ടുപോയി കാണിച്ചല്ലോ. അതുപോലെ ബബിതേച്ചിയും എന്നെയും കൊണ്ടുപോവാത്തെന്താ? ഞങ്ങൾക്കും ചേച്ചി കാണാൻ ആഗ്രഹമുണ്ടല്ലോ. മോളെ, അത് നിനക്ക് പോകാൻ പറ്റിയൊരു സ്ഥലമല്ല, അതുകൊണ്ടാ. അലീന ചേച്ചിക്ക് പോവാമെങ്കിൽ ഞങ്ങൾക്കും പോവാമല്ലോ. അത് പിന്നെ വലിയ പ്രശ്നവും.
മോളെ കൃഷ്ണമോളെ അവൾ അവളുടെ സ്വന്തം അച്ഛൻ്റെ അടുത്തേക്കാണ്. ഇത് കേട്ടതും കൃഷ്ണമോളാകെ നെട്ടൽ നിൽക്കണേ. എന്ത് സ്വന്തം അച്ഛൻ്റെ അടുത്തോ? അതേന്നേ, അലീനയുടെ അച്ഛൻ സ്റ്റാലിൻ ജോസഫിൻ്റെ അടുത്താണ് അവളുള്ളത്. അവളൊരു വേലക്കാരിയല്ല, രാജകുമാരിയെ പോലെ അവൾ അച്ഛൻ കൊണ്ട് നടക്കുന്നുണ്ട്. അയ്യോ ചേച്ചി, എനിക്ക് കാണാൻ കൊതിയായി. ചേച്ചി നല്ല രീതിയിൽ ജീവിക്കുന്ന കാണാൻ വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ ഇപ്പോഴും അവളൊരു വേലക്കാരിയെ പോലെ തന്നെയാണ് പെരുമാറ്റവും കാര്യങ്ങളൊക്കെ. വലിയൊരു കോടീശ്വരൻ്റെ മകളാണെന്നുള്ളതിൻ്റെ യാതൊന്നും അവൾക്കില്ല. അനാഥാലയങ്ങളിലേക്ക് പോകുന്നു, അവളുടെ കയ്യിലുള്ള കാശ് മുഴുവൻ കൊടുത്ത് അവിടെ എല്ലാവരെയും സഹായിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് അലീനയുടെ പുറപ്പാട്. എന്നാലും അച്ഛാ, ഒരിക്കൽ ഞങ്ങളെ കൊണ്ടുപോച്ചാ. അലീന ചേച്ചി കാണാനുള്ള കൊതി കൊണ്ടാ. അല്ലെങ്കിൽ വേണ്ട, അലീന ചേച്ചിയോട് ഒരു ദിവസം ഇങ്ങോട്ട് വരാൻ പറ. ആ എന്തായാലും നമുക്ക് നോക്കാം. നീ ചേച്ചി വിളിക്കുമ്പോൾ ചോദിക്ക് ഒരു ദിവസം ഇങ്ങോട്ട് വരണോ എന്ന്. ആ സമയം ബാലചന്ദ്രൻ്റെ ഫോണ് താഴെ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടുണ്ടാവും. അത് റിങ് ചെയ്യാൻ തുടങ്ങാണ്. ബബിത അടുത്തേക്ക് വരുന്ന അച്ഛൻ്റെ ഫോണാണല്ലോ, ഇതിങ്ങനെ താഴെ എത്തി എന്നും ചിന്തിച്ചുകൊണ്ട് ആ കോള് ഇങ്ങനെ എടുത്തുകൊണ്ട് തന്നെ മുകളിലേക്ക് പോവുക. മുകളിലെത്താനാകുമ്പോഴേക്കും ആ കോളിങ്ങനെ റിങ് ചെയ്ത് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയം തന്നെ വീണ്ടും കൃഷ്ണമോളുടെ ഒരു സംശയം അച്ഛനോട് ചോദിക്കാം. അച്ഛ, അപ്പോൾ ആ സ്റ്റാലിൻ ജോസഫ് ആയിരിക്കില്ലേ അമ്മയുടെ മുൻ ഭർത്താവ്? ഇത് കേട്ടോണ്ടാണ് ബബിത അങ്ങോട്ട് വരുന്നത്. ബബിതയാണെങ്കിലോ അത് ചെവിയോർക്കം ചെയ്യാട്ടോ. എന്താ നിന്റെ അമ്മ മുമ്പ് വിവാഹം കഴിച്ചെന്ന് ഞാൻ പറഞ്ഞോ? നിന്റെ അമ്മയുടെ കാമുകൻ എന്ന് പറ. എന്നാലും അച്ഛ, അലീന ചേച്ചിയുടെ അച്ഛൻ്റെ അടുത്താണെന്ന് അമ്മ അറിയുമ്പോൾ, അല്ലെങ്കിൽ ആ സ്റ്റാലിൻ ജോസഫിനെ അമ്മ കാണുമ്പോൾ സത്യങ്ങളൊക്കെ അമ്മ തിരിച്ചറിയില്ലേ? ആ അറിയായിരിക്കും. ഇനി കാണോ എന്ന് എനിക്കറിയില്ല. ഇത് തീക്കളിയാണ് അച്ഛാ. അമ്മ എത്രയും വേഗം സത്യങ്ങൾ അറിയും. അപ്പോൾ എന്താ ഉണ്ടാവുമെന്ന് അച്ഛന് അറിയാലോ. അറിയട്ടെ, ഒരു ഭൂകമ്പം ഉണ്ടാവുമായിരിക്കും. നിന്റെ അമ്മയുടെ മുമ്പിൽ ഞാൻ തന്നെ വിളിച്ചു പറയും, നിന്റെ മകളല്ലേ അലീന എന്ന്. അവളുടെ മുഖത്തെ ആ നാണവും അവളുടെ ആ മുഖത്തെ ആ ഒരു നെട്ടലും അവളുടെ ആ ഒരു പരിഹാസവും ഒക്കെ എനിക്ക് നേരിട്ട് കാണാം. എന്നാലും അമ്മ വല്ല കടുങ്കൈ ചെയ്താൽ അവൾക്ക് പോയി ആർക്കെന്താ നേടം? എന്നാലും അലീന ചേച്ചി സ്വന്തം അച്ഛൻ്റെ അടുത്താണെന്ന് എന്തുകൊണ്ടാ അച്ഛൻ ഇതുവരെ പറയാഞ്ഞത്? ഇത്രയും കാലം സ്വന്തം അമ്മയുടെ അടുത്തായിരുന്നില്ലേ അവള്? അന്ന് ഞാൻ മോളോട് പറഞ്ഞില്ലേ നിന്റെ അമ്മ പ്രസവിച്ച മകളാണ് അലീനയെന്ന്? പിന്നെ ഇതെനിക്ക് പറയണ്ട എന്ന് തോന്നി, അതുകൊണ്ടാ. ഇത് കേട്ടതും ആകെ നെട്ടി നിൽക്കാൻ കേട്ടോ ബബിതക്ക് മനസ്സിലായി തൻ്റെ അമ്മയുടെ മകളാണ് അലീനയെന്ന്. അവൾക്ക് തല ചുറ്റുന്ന പോലെ തോന്നാണ്. അങ്ങനെ കൃഷ്ണമോൾക്കും അപ്പോൾ സത്യങ്ങളൊക്കെ അറിയാം. താൻ മാത്രമാണ് ഒരു മണ്ടി. കൃഷ്ണമോൾ അലീന ചേച്ചിയെ സ്നേഹിക്കാൻ കാരണം സ്വന്തം അമ്മ പെറ്റ മകളാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ്. അങ്ങനെ ബാലചന്ദ്രനിൽ നിന്നും കൃഷ്ണമോളിൽ നിന്നും ഒരുപാട് സത്യങ്ങൾ ബബിത മനസ്സിലാക്കുന്നുണ്ട്. ബബിതക്ക് ഒന്നും കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നാം. അവൾ മെല്ലെ സ്റ്റെപ്പുകൾ ഇറങ്ങി ആ കയ്യിലെ ഫോണ് ആ ഡൈനിങ് ടേബിൾ തന്നെ വെച്ച് റൂമിലേക്ക് പോകുന്നുണ്ട്. കണ്ണുകൾ അടച്ച് കിടക്കാം. ആ സമയം തന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ കൃഷ്ണമോൾ താഴേക്ക് വരുന്നുണ്ട്. ആ ബബിതേച്ചി ഇവിടെ കിടക്കുവാണോ? എന്ത് പറ്റി? തലവേദന സുഖമില്ലേ? നീ ഒന്ന് പോയിക്കേ, നീ എന്നെ തൊട്ടു പോകരുത്. എല്ലാവരും കൂടെ നാടകം കളിക്കായിരുന്നില്ലേ? എന്താ ബബിതേച്ചി ഇങ്ങനെ? എന്താ? അത് പിന്നെ നിനക്കറിയില്ലേ അലീന എവിടെയാണെന്ന്? അലീന ചേച്ചി സ്വന്തം ചേച്ചിയാണെന്ന് നിനക്ക് അറിഞ്ഞിട്ട് കള്ളി നീ എന്നോട് പറഞ്ഞോ എന്ന് ചോദിച്ച് കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് കൃഷ്ണയെ എറിയാട്ടോ. ചേച്ചി പതുക്കെ, അമ്മ കേട്ടാൽ ഇത് വലിയ ഭൂകമ്പം ഉണ്ടാവും. കേൾക്കട്ടെ എല്ലാവരും കേൾക്കട്ടെ. എന്നിട്ട് എന്നിൽ നിന്ന് മാത്രം നീ മറച്ചു വെച്ചില്ലേ എന്ന് ചോദിച്ച് വീണ്ടും വഴക്കാവാണ്. ഞാൻ ചേച്ചിയെ എന്തുമാത്രം ഉപദ്രവിച്ചു. ഒരേ അമ്മ പ്രസവിച്ച മക്കളാണെന്ന് അറിയാതെ. ചേച്ചി ഒന്ന് പതുക്കെ പ്ലീസ്. ഇത് അറിഞ്ഞാൽ അച്ഛനും അമ്മയും നമുക്ക് നഷ്ടപ്പെടും. എന്തിനാ ചേച്ചി ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത്? ഇല്ല, നമ്മളെ അച്ഛനെ ചതിച്ചോണ്ട് എത്ര അഹങ്കാരത്തോടെയാ അമ്മ നടന്നത്. അലീന ചേച്ചിയോട് എത്ര ദേഷ്യത്തിലാ പെരുമാറിയത്. എനിക്ക് അലീന ചേച്ചിയെ കാണണം. ഇനി അച്ഛൻ എന്ത് പറഞ്ഞാലും വേണ്ടില്ല, ആ സ്റ്റാലിൻ ജോസഫിൻ്റെ വീട് കണ്ടുപിടിച്ച് ഞാൻ അവിടെ എത്തിയിരിക്കും. എൻ്റെ പൊന്നു ചേച്ചി എന്താ ഇങ്ങനെ ബഹളം ഉണ്ടാക്കല്ലേ? അച്ഛൻ ഇതറിഞ്ഞാൽ വലിയ പ്രശ്നമാവും. എന്ത് പ്രശ്നം? അച്ഛനല്ല എല്ലാത്തിനും കാരണം. അച്ഛനെന്താ നമ്മളോട് പറഞ്ഞാൽ? പക്ഷേ ചേച്ചി വിചാരിക്കുന്ന പോലെയല്ല. അച്ഛനും അമ്മയ്ക്കുമിടയിൽ ആ രഹസ്യം പൊളിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ഒരുമിച്ച് ഈ വീട്ടിലുണ്ടാവില്ല. അങ്ങനെ വരാൻ പോകുന്ന എല്ലാ പ്രശ്നത്തിൻ്റെയും ഗൗരവം കൃഷ്ണമോൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അലീനക്ക്. എന്ത് പ്രശ്നമാണെങ്കിലും വേണ്ടില്ല, എനിക്ക് അലീന ചേച്ചിയെ കാണണം.
അങ്ങനെ കൃഷ്ണയുടെ ഒരു അഭ്യർത്ഥന മൂലം ബാലചന്ദ്ര മേനോന് എന്തായാലും അലീനയോട് ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയാം എന്ന് ബാലചന്ദ്രൻ ചുമ്മാതെ അങ്ങ് പറഞ്ഞ് ഷോപ്പിലേക്ക് പോവാട്ടോ. അലീനയെ എനിക്ക് കാണണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ അലീനയെ ഡൈനിങ് ടേബിളിൽ വെച്ചുകൊണ്ട് വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് ബബിതയും കൃഷ്ണമോളും കൂടെ ചേർന്ന്. അങ്ങനെ വളരെ ഒരു അലീനയുടെ ആ ഫേസ് കണ്ടതും ബബിത കരയട്ടോ, ചേച്ചി ചേച്ചി എനിക്ക് കാണണം, ചേച്ചി കെട്ടിപ്പിടിക്കണം, ചേച്ചി ഒന്നിങ്ങ് വായേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നുണ്ട്. അന്നേരത്തെ അവിടേക്ക് വിജയന്തി വരെയാണ്. വീഡിയോ കോളിൽ കൂടെ സ്നേഹപ്രകടനം കണ്ട് അവൾക്കങ്ങ് കരി തൊള്ളാട്ടോ. ആ ഫോൺ വാങ്ങി അങ്ങ് ഓഫ് ചെയ്യുന്നുട്ടോ. അമ്മ എന്ത് പണിയെ കാണിച്ചത്, ഞങ്ങൾ അലീന ചേച്ചിയോട് സംസാരിക്കായിരുന്നു എന്ന് ബബിത ദേഷ്യപ്പെടുമ്പോൾ, നീ അങ്ങനെ ഒരു വേലക്കാരിയോട് സംസാരിക്കണ്ടടി, അതിന് മാത്രം എന്ത് ബന്ധാ നിങ്ങൾ തമ്മിലുള്ളത്? അമ്മേ ആ ഫോൺ ഇങ്ങ് തന്നെ, എനിക്ക് സംസാരിക്കണം എന്നാ ഞാൻ പറഞ്ഞത്. നിനക്ക് അങ്ങനെ സംസാരിക്കണ്ടടി, നീ എങ്ങനെ പോയി പണി നോക്കടി, നിന്റെ അമ്മ നിന്റെ ഒരു ചേച്ചി എന്ന് പറയാണ്. അലീന ചേച്ചിയെ കുറിച്ച് ഇനി എന്തെങ്കിലും അമ്മ പറഞ്ഞാൽ എൻ്റെ വായിൽ നിന്ന് പലത് വീണു പോവും ബബിതയോട്. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, ബബിതേച്ചി ഒന്ന് മിണ്ടാതിരിക്കോ, അമ്മയ്ക്ക് തലക്ക് സുഖമില്ല, അത് കണ്ടിട്ട് ബബിതേച്ചി തുള്ളാൻ നിൽക്കണോ? പിന്നെ അമ്മയുടെ വായിൽ നിന്ന് വരുന്ന വർത്തമാനത്തിന് മിണ്ടാതിരിക്കണോ? എടി എന്ത് ബന്ധാടി അവളും നീയും തമ്മിലുള്ളത്? എന്ത് ബന്ധാണെന്ന് അറിയണമെങ്കിൽ അമ്മ തന്നെ തുറന്ന് സമ്മതിക്കണം. എന്ത് ബന്ധാ ഞങ്ങളെല്ലാവരും തമ്മിലുള്ളതെന്ന് കാര്യം. എന്താടി നീ അങ്ങനെ പറഞ്ഞത്? എന്തായാലും നിന്റെ ചേച്ചിയവൻ അവളെ ഞാൻ പ്രസവിച്ചിട്ടില്ല, ആ കാര്യം എനിക്ക് ഉറപ്പാ. അമ്മയ്ക്ക് നെഞ്ചിത്തൊട്ട് പറയാൻ പറ്റുമോ? അമ്മ വിവാഹത്തിന് മുമ്പേ ഒരാളെ പ്രസവിച്ചിട്ടില്ല എന്ന കാര്യം. എന്നിട്ട് എത്ര ഇതിൽ നെളിഞ്ഞിരുന്ന് സംസാരിക്കുന്നത്. ഇത് കേട്ടതും ആകെ വൈജ വല്ലാതെ ആകുന്നുണ്ട്. എന്നിട്ട് ബബിതയെ നോക്കുന്നുണ്ട്. എന്തുദ്ദേശിച്ചാടി ഓരും പെട്ടവളെ നീ അങ്ങനെ പറഞ്ഞത്? പിന്നെ അമ്മ എന്തുദ്ദേശിച്ചാ അങ്ങനെ പറഞ്ഞത്? ചേച്ചി അവണഞ്ഞ് ഒരു വയറ്റിൽ പിറക്കണമെന്നില്ല. ഞാൻ അലീന ചേച്ചിയെ സ്വന്തം ചേച്ചിയായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത്. അങ്ങനെ കാണേണ്ടെന്നാ നിന്നോട് പറഞ്ഞത്. കാരണം നിനക്ക് അങ്ങനെ ഒരു ചേച്ചിയില്ല, പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെ അലീന അപ്പുറത്തുനിന്ന് എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ അലീന വീണ്ടും വിളിക്കുന്നുണ്ട് കേട്ടോ. ആ സമയം തന്നെ ബബിത ആ ഒരു വീഡിയോ ക്യാമറ ഓൺ ചെയ്യണം. അപ്പോൾ അവളിങ്ങനെ പറയും, ആ ചേച്ചി എന്താ മോളെ കട്ടായത്? അതെ ഇവിടെ ഒരാൾ വന്ന് കട്ടാക്കിയതാ. അപ്പോൾ വൈജയുടെ മുഖം ഇങ്ങനെ കാണുന്നുണ്ട്. എന്തിനാടി നശൂലമേ നീ വീണ്ടും ഇങ്ങോട്ട് വിളിച്ച് ഞങ്ങളുടെ കുടുംബം നശിപ്പിക്കുന്നത്? നീ മേനാൽക്ക് ഇങ്ങോട്ട് വിളിച്ചാലുണ്ടല്ലോ, എൻ്റെ മക്കളെ കണ്ടാലുണ്ടല്ലോ, എൻ്റെ ഭർത്താവിനെയും മകനെയും നീ പാട്ടിലാക്കി. ഇപ്പം ഇതേ പെൺമക്കളെയും നീ പാട്ടിലാക്കുകയാണല്ലേ. ദേ വെറുതെ അനാവശ്യം പറയണ്ട അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ആ കോൾ കട്ട് ചെയ്തിട്ട് ബബിത അമ്മയ്ക്ക് നേരെ തിരിയാണ്. അമ്മേ എങ്ങനെയൊക്കെ പറയാൻ മാത്രം അമ്മയ്ക്ക് എന്താണ് പറ്റിയത്? അമ്മ എന്തിനാ അലീന ചേച്ചിയോട് ഇത്ര ദേഷ്യം കാണിക്കുന്നത്? അമ്മയ്ക്കോട് എന്തിനാ ഇത്ര പക അമ്മയ്ക്ക്? ഇത് കേട്ട വൈജയന്തി തട്ടിക്കയറി പറയുന്നുണ്ട്, അവൾ എന്നോട് ചെയ്ത പോലെ ഒരാളും എന്നോട് ചെയ്തിട്ടില്ല. അവൾ എൻ്റെ കുടുംബം നശിപ്പിച്ച പോലെ ആരും എന്നെ കുടുംബം നശിപ്പിച്ചിട്ടില്ല. നിങ്ങളൊക്കെ എന്നോടിങ്ങനെ എതിർത്ത് സംസാരിക്കുന്നത് എന്തുകൊണ്ടാ? എല്ലാം അവൾ ഒറ്റൊരുത്തി കാരണം നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ആ സമയം അതുകൊണ്ടൊന്നല്ല, അമ്മ എന്താണെന്ന് ചെറുപ്പം തൊട്ടേ ഞങ്ങൾക്കറിയാം. ഇത്തിരി സ്നേഹമല്ല ഞങ്ങൾ അനുഭവിച്ചത് ആ ചേച്ചിയിൽ നിന്നാണ്. കൂടപ്പിറപ്പുകളെ എങ്ങനെ സ്നേഹിക്കണമെന്നും ഒരു വീട്ടിൽ എങ്ങനെ പെരുമാറണമെന്നും ഞങ്ങളെ പഠിപ്പിച്ചത് ആ ചേച്ചിയാണ്. ഇടി ആ പിഴച്ചവളെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് വൈജയന്തി കൈ ചൂണ്ടിയതും ബബിത ആ കൈ തട്ടി മാറ്റാണ്. ആരമ്മയെ പിഴച്ചവള്? ആ അലീന ചേച്ചി ഏതോ ഒരു സ്ത്രീ പിഴച്ച് പ്രസവിച്ചതെന്നറിയാം. ആ സ്ത്രീ അമ്മ തന്നെയല്ലേ? അമ്മ പിഴച്ച് പ്രസവിച്ചിട്ടില്ലേ? ഇനി ഒരക്ഷരം ഞങ്ങളുടെ ചേച്ചിയെക്കുറിച്ച് മിണ്ടിയാലുണ്ടല്ലോ, അമ്മയാണെന്നോ പിന്നെ നോക്കത്തില്ല, ഞങ്ങൾ ഇതെല്ലാം വാരി വലിച്ചെറിയും. ഇത് കേട്ടതും വൈജയന്തിയാകെ നെട്ടി നിൽക്കാട്ടോ. തൻ്റെ മകൾക്ക് ഇത്രയും മാറ്റമോ? ബബിത എല്ലാത്തിനും തൻ്റെ കൂടെ നിന്നവളാണ്. പെട്ടെന്ന് അവൾക്ക് വേണ്ടി ഇങ്ങനെ മാറണമെങ്കിൽ എന്താ അതിന് കാരണം? അമ്മ അത്ര പരിശുദ്ധയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ വന്ന് പലരും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ പാസ്റ്റിനെ കുറിച്ച്. അമ്മ അത്ര നല്ലവളൊന്നുമല്ല. പിന്നെ എന്തിനാ അലീന ചേച്ചി പിഴച്ചവളെന്ന് പറയുന്നത്? അമ്മേ ഇതിനെല്ലാം നല്ല വില കൊടുക്കേണ്ടി വരും. ഒരു കാലത്ത് അമ്മ ചങ്ക് പൊട്ടിക്കരയേണ്ട ഒരവസ്ഥ വരും എന്ന് കൃഷ്ണമോളും കൂട്ടി യോജിപ്പിക്കുന്നുണ്ട്. അടി ഒരു വേലക്കാരി പെണ്ണിന് വേണ്ടി ഞാൻ എന്തായാലും ചങ്ക് പൊട്ടിക്കരയാൻ പോകുന്നില്ല. ഇപ്പോൾ ഞാൻ തനിച്ചാണ്, നിങ്ങളെല്ലാം ഒറ്റക്കെട്ടെന്ന് പറഞ്ഞ് വൈജ റൂമിൽ കയറി വാതിലടക്കുക. തൻ്റെ മക്കളെല്ലാം തന്നോട് എതിരായി താൻ ഒറ്റപ്പെട്ടു പോയെന്ന കാര്യം വൈജയ്ക്ക് അന്നേരം മനസ്സിലാവുന്നുണ്ട്. തൻ്റെ കൂടെ ആരുമില്ല. തൻ്റെ ജീവിതം ഇങ്ങനെ ആവാൻ ഒരേ ഒരു ആളേ ഉള്ളൂ. തൻ്റെ വീട്ടുകാർ ബാലചന്ദ്രനുമായിട്ടുള്ള ഒരു വിവാഹം വേണ്ടെന്നും ഇനി എനിക്കൊരു വിവാഹ ജീവിതമേ വേണ്ടെന്ന് പറഞ്ഞ് കാലു പിടിച്ച് പറഞ്ഞതാ. എന്നിട്ട് അവർ കേട്ടില്ല. തന്നെ ഈ പടുകുഴിയിലേക്ക് തള്ളിയിട്ടത് അവരാണ്.
വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് സ്റ്റാലിൻ തന്നെ ചതിച്ചപ്പോൾ ഒരു പുരുഷന്മാരെയും ഇങ്ങനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്ന് കരുതിയതാണ്. ദേ ഇപ്പോൾ തൻ്റെ ജീവിതം ഇങ്ങനെ ആയതിന് കാരണം ഒരേ ഒരാളേ ഉള്ളൂ, സ്റ്റാലിൻ. അവനെ കാണണം. എന്തിനുമേ എന്നോടിത് ചെയ്തെന്നറിയണം. അവനിപ്പോൾ ഭാര്യയും മക്കളൊത്ത് സുഖമായിട്ട് ജീവിക്കായിരിക്കും. ഇല്ല, എൻ്റെ ജീവൻ തകർത്തവൻ്റെ മനസമാധാനം ഇനി ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. സ്റ്റാലിൻ ജോസഫ് എവിടെയാണെങ്കിലും അവനെ കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന് ദൃഢനിശ്ചയെടുക്കുന്നുണ്ട് വൈജയന്തി. തൻ്റെ പഴയ ഡയറിയെല്ലാം മറിച്ചു നോക്കി. അതിൽ സ്റ്റാലിൻ്റെ മൊബൈൽ നമ്പർ ഉണ്ടെങ്കിലും അതിലേക്ക് അവൾ കോൾ അടിക്കുന്നുണ്ടെങ്കിലും അതിപ്പോൾ സ്വിച്ച് ഓഫ് ആണെന്ന മറുപടിയാണ് കേൾക്കുന്നത്. എങ്ങനെയായാലും അവരുടെ വീട്ടിൽ ലാൻഡ് ഫോൺ ഉണ്ടാവുമല്ലോ. അങ്ങനെ ആ നമ്പറിലേക്ക് കോൾ എത്തും. ആൻസിയാണ് കേട്ടോ ഫോൺ എടുക്കുന്നത്. ഹലോ, ആരാ? ലാലിച്ചൻ്റെ വീടല്ലേ? ഇത് ലാലിച്ചൻ്റെ വീടല്ല, റോബിച്ചേൻ്റെ വീടാണ്. അല്ല, ലാലിച്ചൻ്റെ നമ്പർ ഒന്ന് കിട്ടുമോ? ഇതാരാ വിളിക്കുന്നത്? കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു സ്റ്റാഫാണ്. അങ്ങനെയാണോ? ഇപ്പം തരാം എന്ന് പറഞ്ഞുകൊണ്ട് ലാലിച്ചൻ്റെ നമ്പർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു നമ്പറിൽ കിട്ടിയതും വൈജയന്തി ഫോണിൽ സേവ് ചെയ്യാണ് കേട്ടോ. ചതിയൻ എന്ന് എഴുതിക്കൊണ്ടാണ് സേവ് ചെയ്യുന്നത്. അങ്ങനെ അതിലെ ഡി പി കണ്ടതും അവൾക്ക് ആ ഒരു നായ്ക്കളുടെ ഒരു ചിഹ്നമായിരിക്കും വാട്സപ്പിലെ ഡി പി ഉണ്ടാകുക. അത് ഓൾ ഇപ്പോൾ അയാൾ വന്നിട്ട് ലാസ്റ്റ് സീനൊക്കെ കാണിക്കുന്നുണ്ട്. എന്നെ ചതിച്ച് സുഖമായിട്ട് പൊരുതി ജീവിക്കാണ്. ഇല്ല, വൈജയന്തിയുടെ മനസ്സമാധാനം കളഞ്ഞിട്ട് അവനെങ്ങനെ സുഖമായിട്ട് ജീവിക്കേണ്ട എന്നെല്ലാം വൈജയന്തി ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് കോൾ ബട്ടണിൽ അമർത്താണ്. ഹലോ എന്ന ശബ്ദം കേട്ടതും വൈജയന്തിക്ക് പിന്നെ ശബ്ദിക്കാനാവുന്നില്ല. 24 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഗാംഭീരമായ ശബ്ദം അവളുടെ മനസ്സിലും ശരീരത്തിലും പാഞ്ഞുപോയി. താൻ എത്രയോ സ്വപ്നം കണ്ടുറങ്ങാൻ കരുതിയ മാറും അയാളെക്കുറിച്ച് ഓർമ്മകളും പഴയ ആഗ്ര ജീവിതവും താജ്മഹലും യമുനയും എല്ലാം വൈജയുടെ മനസ്സിലോട്ട് ഇങ്ങനെ കീറി മുറിച്ച് വരാട്ടോ. പെട്ടെന്നൊരുന്നും മിണ്ടാതെ അവൾ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ എന്ന് സ്റ്റാലിൻ ചോദിക്കുമ്പോഴൊന്നും വൈജു രക്ഷരമുണ്ടെന്നില്ല. ആ സമയത്ത് അലീന സ്റ്റാലിൻ്റെ അടുത്തേക്ക് വന്ന് ആരാ അപ്പ വിളിക്കുന്നത്? അത് ആരാന്നറിയില്ല, ഒരു റോങ് നമ്പറാണ്. ആരെങ്കിലും മാറി വിളിച്ചതായിരിക്കും. അല്ലെങ്കിലും ഈ കണ്ടാമൃഗത്തിന് ആര് വിളിക്കാനാ? എടി പോടി, ഇതൊന്നുമല്ല. ചിലപ്പോൾ റോങ് നമ്പർ ആയിരിക്കാം. പിന്നെ കോളൊന്നും വന്നില്ല എന്ന് തിരിച്ചു വിളിച്ചു നോക്ക്. അതിൻ്റെ ആവശ്യമില്ല, എന്നെ ആവശ്യമുള്ളവർ ഇങ്ങോട്ട് വിളിക്കും എന്ന് കരുതുക. അപ്പോഴും വൈജയുടെ മനസ്സിലാണെങ്കിലോ ആ ഒരു ഹലോ ശബ്ദാട്ടോ. 24 വർഷങ്ങൾക്ക് ശേഷം താൻ ഒരു കേൾക്കാൻ കൊതിച്ച ആ ശബ്ദം കേൾക്കുമ്പോൾ തൻ്റെ വയറ്റിലുള്ള കുഞ്ഞ് അനങ്ങുകയും തന്നെ ചവിട്ടി കുതിക്കുകയും ചെയ്യുന്നത്. ആ കുഞ്ഞുമില്ല, ആ ആളും തൻ്റെ കൂടെയില്ല. എത്ര ഭാഗ്യമില്ലാത്തൊരു ജീവിതമാണ് തൻ്റേത് എന്നോർത്ത് വൈജ കൈകൾ പൊത്തിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന ഒരു രംഗാട്ടോ പിന്നീട് കാണുന്നത്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം സ്റ്റാലിൻ്റെ ശബ്ദം കേട്ടു. വൈജ അവനെ ഒരിക്കലും വെറുതെ വിടില്ലെന്ന് ദൃഢനിശ്ചയമെടുത്തിട്ടാണ് കേട്ടോ അവൾ ആ ഒരു എടുക്കുന്നത്. പക്ഷെ വൈജയ്ക്ക് ഒരിക്കലും വൈജ മനസ്സുകൊണ്ട് പാവമാണ്, അവളുടെ ജീവിതമാണ് അവളെ ഇങ്ങനെ ആക്കി മാറ്റിയത്. അവളുടെ ആ ഒരു ജീവിതത്തിൽ നടന്ന ട്രാജഡിയാണ് കേട്ടോ അവളെ ആകെ മാറ്റിമറിച്ചത്. വൈജ എന്തൊരു പാവമായിരുന്നെന്നും അവൾക്ക് ദേഷ്യപ്പെടാൻ പോലും അറിയോ എന്ന് പോലും ചിന്തിച്ചിട്ടുണ്ടെന്ന് സ്റ്റാലിൻ അലീനയോട് പറയുന്നുണ്ട്. നിൻ്റെ അമ്മയുടെ സ്വഭാവം നിനക്ക് കിട്ടിയത്. അങ്ങനെ ആയിരിക്കില്ല. എൻ്റെ അമ്മ ഇപ്പോൾ ഭീകരവാദിയാ. ആരോടും ദേഷ്യം, എല്ലാവരോടും ദേഷ്യം. ഒരാളുടെ പോലും സൗമ്യമായി പെരുമാറുന്നത് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. നീ പറയുന്ന വൈജയല്ല എൻ്റെ വൈജ. അവൾ എന്തായിരുന്നു എന്ന് അറിയണമെങ്കിൽ അങ്ങ് ആഗ്രയിലെ താജ്മഹലിൻ്റെ മുമ്പിലേക്ക് 24 വർഷങ്ങൾക്ക് ശേഷം ഒന്ന് കടന്നു പോകണം. അപ്പോഴാ അത് മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞ് സ്റ്റാലിൻ പഴയ ഓർമ്മകളിലേക്ക് പോകുമ്പോൾ അലീന അത് നോക്കി ഒരാഗ്രഹം പറയുന്നുണ്ട്. എനിക്ക് അച്ഛൻ്റെയും അമ്മയുടെയും ഒരുമിച്ച് ഒരു ദിവസമെങ്കിലും ഉണ്ടാവുമോ എന്ന് പറയുമ്പോൾ അതൊരിക്കലും നടക്കാത്ത ആഗ്രഹമാണെന്ന് സ്റ്റാലിനും ഇങ്ങനെ അലീനയുടെ അടുത്ത് പറയാണ്.